പി കെ ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞത് കോടതി പറഞ്ഞിട്ടല്ല എന്ന ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു. കേസ് ഒത്തുതീർപ്പാക്കിയത് മാപ്പ് പറയാമെന്ന ധാരണയിലാണ്. ഒത്തുതീർപ്പ് രേഖ ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഗോപാലകൃഷ്ണൻ നടത്തിയ നാടകമുണ്ട്. വലിയ തരത്തിൽ മാപ്പ് പറയുകയാണ്. ഖേദപ്രകടനം താൻ ഏതോ സൗജന്യം ഔദാര്യം നൽകുന്നത് പോലെയാണ്. ഇവിടെ കോടതി കൃത്യമായിട്ട് പറഞ്ഞു മാപ്പ് പറയൂ. അതിൻ്റെ ഒത്തുതീർപ്പ് രേഖയല്ലേ പുറത്തു വന്നിരിക്കുന്നത്? അത് മാത്രമല്ല, ഇന്ന് രാവിലെ ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നോട് ആരും പറഞ്ഞിട്ടില്ല മാപ്പ് പറയാൻ, താൻ മാപ്പ് പറയാൻ സ്വമേധയാ തയ്യാറാവുകയായിരുന്നു. ഇതേതെങ്കിലും നിയമ നടപടിയുടെ ഭാഗമായിട്ട് മാപ്പ് പറഞ്ഞതല്ല. ടീച്ചർ കണ്ണീരോടെ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പം ഞാൻ പാവം തോന്നിയിട്ട് മാപ്പ് പറഞ്ഞതാണ് എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ്റെ വാദം. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മാപ്പപേക്ഷ തൻ്റെ ഒരു ഔദാര്യം മാത്രമാണ്, അത് നിയമപരമായ ഒരു ബാധ്യതയൊന്നും ആയിരുന്നില്ല. പിന്നെ ടീച്ചറല്ലേ, ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം രാവിലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും അല്ല സംഭവം. ഇന്ന് രാവിലെ ഇതിൻ്റെ മീഡിയേറ്ററായിരുന്ന മുൻ ജഡ്ജി അഭിഭാഷകൻ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്, ഏത് സാഹചര്യത്തിലാണ് മാപ്പ് പറഞ്ഞത് എന്നുള്ള വിവരം. ആ ഹൈക്കോടതി മുമ്പാകെ മീഡിയേറ്റർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ വാചകം തന്നെ അങ്ങനെയാണ്: ദ പെറ്റീഷണർ അഗ്രീഡ് ടു എക്സ്പ്രസ് ഹിസ് റിഗ്രറ്റ് ബിഫോർ ദ മീഡിയ ടുഡേ റിഗാർഡിംഗ് ദി സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അഗൻസ്റ്റ് ദ സൺ ഓഫ് സെക്കൻഡ് റെസ്പോണ്ടന്റ് ഇൻ ദ ചാനൽ ഡിസ്കഷൻ. അതായത് കൃത്യമായി മാധ്യമങ്ങൾ മുമ്പാകെ താൻ മാപ്പ് പറഞ്ഞോളാം എന്ന് ഇതിലെ പെറ്റീഷണർ, അതായത് അയാളുടെ ഈ ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് ഈ കേസ് മീഡിയേറ്റർക്ക് വിടുന്നത്. അപ്പോൾ പെറ്റീഷണറാണ് ഈ കേസിൽ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ അഗ്രി ടു എക്സ്പ്രസ് ഹിസ് റിഗ്രറ്റ്, അതായത് മാപ്പ് പറയാൻ സമ്മതിച്ചു. അത് ആരുടെ മുമ്പാകെ? മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഈ എതിർകക്ഷിയോട്, അതായത് പി കെ ശ്രീമതി ടീച്ചറോട് മാധ്യമങ്ങൾ മുമ്പാകെ മാപ്പ് പറയാമെന്ന് ഇതിലെ കക്ഷിയായ ബി ഗോപാലകൃഷ്ണൻ സമ്മതിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടരും തമ്മിൽ ഒത്തുതീർപ്പെത്തിയിരിക്കുന്നു. എന്തിന്? ഈ കേസ് തീർപ്പാക്കാൻ. അപ്പം ഇതിൽ കൃത്യമായി ഹൈക്കോടതി രേഖയാണ്, ഹൈക്കോടതിക്ക് മുമ്പാകെ മീഡിയേറ്റർ അല്പം മുമ്പ് സമർപ്പിച്ച രേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനർത്ഥം ഗോപാലകൃഷ്ണൻ രാവിലെ തൃശ്ശൂർ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന്റെ ഔദാര്യമല്ല, പി കെ ശ്രീമതി ടീച്ചറുടെ കണ്ണീര് കണ്ടിട്ടുമല്ല, നിയമപരമായ ബാധ്യതയായിരുന്നു അത്. കാരണം അയാൾ ഈ ഗോപാലകൃഷ്ണന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഹൈക്കോടതിയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് തോന്നിയാസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ മാപ്പ് പറച്ചിലല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, സമാധാനീയരായ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ നിരന്തരം കള്ളങ്ങൾ പറയുക എന്നുള്ളത് ഈ സംഘപരിവാർ നേതാക്കളുടെ ഒരു പതിവ് ശൈലിയാണ്. അതിൽ ഈ ഗോപാലകൃഷ്ണൻ നിരന്തരം ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കള്ളങ്ങൾ നേതാക്കൾക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിന് കിട്ടിയ തിരിച്ചടി കൂടിയാണ്. കാരണം ഗോപാലകൃഷ്ണൻ മാത്രമല്ല, ആ നിരയിൽ വീണ്ടും കുറേ അധികം പേരുണ്ട്. ഇവിടെ കൃത്യമാണ്, ഒരിക്കൽ കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ആ കോടതി ഉത്തരവ്. സാലി മുഹമ്മദ്, മര്യാദയ്ക്ക് പോയി മാപ്പ് പറയൂ. കോടതി ചാനൽ ചർച്ചയിൽ ഇരുന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞ് സമാധാനീയ രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് മാപ്പ് പറയൂ. ആ വാക്കുകൾ ഒന്നുകൂടി എടുത്ത് പറയുന്നത് നന്നായിരിക്കും. സാലി, കോടതി പറഞ്ഞത് അതായത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ടീച്ചറുടെ ഡിഫോമേഷൻ കേസ്, മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ആ കോടതി ബി ഗോപാലകൃഷ്ണനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അതാണ് ഒരു പഴയ കഥ. ആ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഏപ്രിൽ 4-ന്, ഈ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്ത് കണ്ണൂർ കോടതി മുമ്പായി ഹാജരാക്കാനായിരുന്നു പോലീസിന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി നൽകിയ നിർദ്ദേശം. അതിനെ തുടർന്നാണ് ഇത് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ എത്തുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ രണ്ട് കൂട്ടരെ അഭിഭാഷകർ പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്യാൻ പരസ്പരം ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്, സമ്മതമാണ്, അങ്ങനെയാണ് നിങ്ങളൊന്ന് മീഡിയേഷൻ ശ്രമിച്ചു നോക്കൂ എന്ന് കോടതിയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു അഭിഭാഷകനെ മീഡിയേറ്ററായിട്ട് വെക്കുന്നത്. ആ മീഡിയേഷൻ സെൻറ്ററിൽ വെച്ച് രണ്ട് കൂട്ടരുടെയും അഭിഭാഷകരുടെയും രണ്ട് കക്ഷികളുടെയും മുമ്പിൽ വെച്ച് മീഡിയേറ്റർ ചർച്ച നടത്തി. അപ്പോൾ ഗോപാലകൃഷ്ണന്, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹത്തിന് അറിയാം ഈ നിയമത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മീഡിയേറ്റർ മുമ്പാകെ പറഞ്ഞു ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കേസ് ഒത്തുതീർപ്പാകുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ മീഡിയേറ്റർ റിപ്പോർട്ട് പോകുന്നതും. ഇനി ഹൈക്കോടതി ഈ വിവരം രേഖാമൂലം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുകയും ചെയ്യണം. അങ്ങനെ കേസ് സെറ്റിലാവും. അതാണ് അതിൻ്റെ നടപടിക്രമം. പക്ഷേ ഗോപാലകൃഷ്ണന്റെ വാദം അതൊന്നുമല്ല. ഞാനൊരു വലിയ മാന്യനാണ്, ഞാൻ പറഞ്ഞ എനിക്ക് പാവം തോന്നി ശ്രീമതി ടീച്ചറോട്, ടീച്ചർ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞു, അങ്ങനെ ഒരു സങ്കടം തോന്നിയിട്ട് ഞാനതങ്ങ് ഈ കേസങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് താൻ മാപ്പ് പറഞ്ഞതാണ്, അല്ലാതെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇന്ന് തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊന്നും അല്ല വസ്തുത.
ഇത് മീഡിയേറ്ററിന്റെ മുമ്പാകെ ബി ഗോപാലകൃഷ്ണൻ സമ്മതിച്ചത് എങ്ങനെ സംഭവിച്ചു? നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഈ കേസിൽ പെട്ടുപോകും. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പെൻഡിംഗ് ആണ് ഏപ്രിൽ 4-ന് ഹാജരാക്കാൻ. അത് കോടതി ഇടപെടാതിരുന്നാൽ ബി ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യം വരുമായിരുന്നു. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. സാലി പറഞ്ഞതുപോലെ തന്നെയാണ്. അത് അഭിഭാഷകനായതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അറിയാം ഈ ഒരു മീഡിയേഷനിൽ ചെന്ന് ലേലു വല്ലു പറഞ്ഞില്ലെങ്കിൽ പണി പാളുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യം ഈ ഗോപാലകൃഷ്ണന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒത്തുതീർപ്പിന് തയ്യാറായതും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തത്. ആ നാടകം കൂടി ഇപ്പോൾ എന്തായാലും ഈ രേഖകൾ പുറത്തുവിട്ടതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് നൽകിയത്.